Shall we start the class? Class start ചെയ്യാം. സിദ്ധാന്ത് ഇന്ന് വന്നിട്ടുണ്ടല്ലോ കുറെ നാൾ കൂടി. How are you, Siddhant? Siddhant? How is your uncle? Is he fine? Yes. Okay. Our new lesson, our sixth lesson, the little Daisy. The little Daisy. Before that, we have a work. Name these flowers. Take it as your homework. Name these flowers. A flowers in the names എഴുതിയിട്ട് വരും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും. ഓക്കെ, കുഞ്ഞു വർക്കല്ലേ, അതൊന്നും ഇവിടുന്ന് ചെയ്യാനില്ല, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എഴുതാനുള്ളതേ ഉള്ളൂ. ബട്ട് ഡോണ്ട് ഡു ഇറ്റ് നൗ. ഓക്കെ, ഇപ്പൊ ചെയ്യരുത്. ഇപ്പൊ നമ്മുടെ പോയം നമുക്ക് കേൾക്കാം. The little white daisy opened with the sun. I'm not lazy when there is work to be done. The bee will come to suck my honey, and she doesn't pay me with any money. But without her, I had have no seeds, and no more daisies would grow among the reeds. Safa, turn on your video. Okay? Okay, I will read it once more. Listen to your text. Okay. The little daisy, the little white daisy, opened with the sun. I'm not lazy when there is work to be done. The bee will come to suck my honey, and she doesn't pay me with any money. But without her, I have no seeds, and no more daisies would grow among the reeds. Okay. മീനിങ് പറഞ്ഞിട്ടെ മിസ്, കുഞ്ഞു പോയാണ്, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പറഞ്ഞ് ഇതിന്റെ മീനിങ് ഒക്കെ കവർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. സിമ്പിൾ ആണ്, അത്രയും സിമ്പിൾ ആണ്. ഓക്കെ, വാട്ട് യു മീൻ ബൈ ഡേസി? ഡേസി എന്താ? ജമന്തി പൂവാണ് അല്ലെ? ഡേസി ജമന്തി പൂവാണ് ഡേസി. ഓക്കെ, ദ ലിറ്റിൽ വൈറ്റ് ഡേസി. വാട്ട് ഇസ് ദ കളർ ഓഫ് ഡേസി? ഡേസി ഹാസ് വൈറ്റ് കളർ, റൈറ്റ്? ഓക്കെ, വെള്ള കളറിലുള്ള ഡേസിയാണ്. വൈറ്റ് കളറിലുള്ള ഡേസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. എങ്ങനെയുള്ള വൈറ്റ് ഡേസിയാണ്? ദാറ്റ് ഇസ് എ ലിറ്റിൽ വൈറ്റ് ഡേസി. ചെറുതാണ് അല്ലെ? ദാറ്റ് ഇസ് എ ലിറ്റിൽ വൈറ്റ് ഡേസി. ഓക്കെ, ദ ലിറ്റിൽ വൈറ്റ് ഡേസി ഓപ്പൺ വിത്ത് എ സൺ. when did she open? എപ്പോഴാണ് അവൾ എഴുന്നേറ്റ് വരുന്നത്? അല്ല, അവൾ എപ്പോഴാണ് വിരിഞ്ഞു വരുന്നത്? when the sun come, open with the sun. എപ്പോഴാണോ നമ്മുടെ സൂര്യന്റെ കൂടെ തന്നെ വിരിഞ്ഞു വരുന്നുണ്ട് ഏതും? നമ്മുടെ വൈറ്റ് ലിറ്റിൽ ഡേസി അല്ലേ? നമ്മുടെ ആ കുഞ്ഞു ലിറ്റിൽ ഡേസി എപ്പോഴാണ് വിരിഞ്ഞു വരുന്നത്? നിങ്ങളെ പോലെ ഉച്ചക്കാണോ എഴുന്നേറ്റ് വരുന്നത്? ആണോ? അല്ല, സൂര്യൻ എഴുന്നേൽക്കുമ്പോ തന്നെ, അത് രാവിലെ തന്നെ വിരിഞ്ഞു വരുന്നുണ്ട്. മിസ് വെറുതെ പറഞ്ഞതാ കേട്ടോ. എന്റെ മക്കൾ രാവിലെ എഴുന്നേൽക്കുന്നില്ലേ ക്ലാസ്സിന്? ഓക്കെ, the little white daisy opened with the sun. എപ്പോഴാണ് എഴുന്നേറ്റ് വരുന്നത്? when our sun comes. then she says, അവൾ പറയുന്നു, കൊട്ടേഷൻ മാർക്സ് ഉണ്ടോ അവിടെ? 2 കൊട്ടേഷൻ മാർക്സ് ഉണ്ടോ? അതെന്താ? ആ ഡേസി പറഞ്ഞ കാര്യമായതുകൊണ്ട്, ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾ അതുപോലെ എടുത്ത് എഴുതുമ്പോഴാണ് നമ്മൾ ഇൻവേർട്ടഡ് കോമ അഥവാ കൊട്ടേഷൻ മാർക്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, she says, I'm not lazy. like us, we are not lazy, right? നമ്മൾ മടിയന്മാരാണോടോ? നിങ്ങൾ മടിയന്മാരാണോ? ആണോ ആവണി? അല്ലേ? നിങ്ങൾ മടിയന്മാരല്ല, പൊന്നു മക്കളാണ് അല്ലേ? ഓക്കെ, like you, our little daisy said, she is not lazy. അവൾ പറയുന്നത് ലേസി എന്ന് വെച്ചാൽ എന്താ? അലസന്മാരാണ്, അല്ലെങ്കിൽ ആരാ? മടിയന്മാരാണ് അല്ലെ ലേസി? ലേസി എന്ന് വെച്ചാൽ ഷീ ഈസ് എ ലേസി ഗേൾ. അവളൊരു മടിച്ചിയാണ് അല്ലെ? ഒരു മടിച്ചി പെൺകുട്ടിയാണ് അല്ലെ? അലസത പിടിച്ചൊരു പെൺകുട്ടി എന്നല്ലേ പറയാ ലേസി? ഷീ ഈസ് ലേസി. PTA മീറ്റിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മമാര് പറഞ്ഞതല്ലേ, ഷീ ഈസ് വെരി ലേസി. അവളൊന്നും പഠിക്കൊന്നുമില്ല ടീച്ചറെ, അവള് ഭയങ്കര അലസത എന്ന് പറയാറില്ലേ പഠിക്കുന്നില്ലെങ്കില്? അപ്പൊ ലേസിന്റെ മീനിങ് കിട്ടിയില്ലേ? മറക്കില്ലല്ലോ ഇനി. ഓക്കെ, then I'm not lazy. She says, I'm not lazy. She is not lazy. ഞാൻ ഒട്ടും മടിച്ചിയല്ല, ഞാൻ ലേസിയേ അല്ല. കാരണം എന്താ? because she is comes with sun.
അവളുടെ ആരുടെ കൂടെ വരുന്നുണ്ട്? നമ്മുടെ സണ്ണിന്റെ കൂടെ വരുന്നുണ്ട്. When there is work to be done. എന്തിനാ രാവിലെ സൂര്യന്റെ കൂടെ ഇങ്ങ് എഴുന്നേറ്റ് വരുന്നത്? ഒരുപാട് പണികൾ ആ ഡേസിക്ക് തീർക്കാനുണ്ട് പോലും. When there is work to be done. പൂർത്തിയാക്കാൻ വേണ്ടി ഒരുപാട് എന്തൊക്കെയോ വർക്ക്സ് ഉണ്ട് പോലും നമ്മുടെ ഡേസിക്ക്. The bee will come. എന്തൊക്കെയാ പണി? The bee will come. Who is bee? ആരാ ബി? തേനീച്ചയാണല്ലേ ബി? തേനീച്ച എന്തിനാ വരുന്നത്? To suck the flowers honey. അല്ലേ? പൂക്കളിലെ തേൻ കുടിക്കാൻ വേണ്ടിട്ടല്ലേ വരുന്നത് നമ്മുടെ ആര്? തേനീച്ച ആണ്. The bee will come. എന്നിട്ട് ഡേസി നമ്മുടെ ഡേസി പറയാണ് the bee will come. അല്ലേ? തേനീച്ച വരും, ബി വരും. The bee will come to suck my honey. എന്തിനു വേണ്ടിട്ടാ വരുന്നത്? The bee will come to suck my honey. Suck means what? Suck, നക്കുന്നതാണ് അല്ലെ? നക്കുക എന്നാണ് സക്കിന്റെ ക്ലിയർ മീനിങ്. ഇവിടെ നോക്കുക, എന്തിനാ നമ്മുടെ ബി വരുന്നത്? To suck the honey. ആ തേൻ കുടിക്കാൻ വേണ്ടിട്ടാണല്ലേ ഫാത്തിമ? പേജ് നമ്പർ 27. ഓക്കെ, എന്തിനു വേണ്ടിട്ടാ വരുന്നത്? എന്റെ പൂവിലെ, അതായത് എന്നിലെ തേൻ നക്കി കുടിക്കാൻ വേണ്ടില്ല, തേൻ കുടിക്കാൻ വേണ്ടിട്ടാണ് ആര് വരുന്നത്? നമ്മുടെ തേനീച്ച വരുന്നത്. The bee will come to suck my honey. ഹണി എന്താ? തേനാണ് അല്ലേ? ബി എന്താ? തേനീച്ചയാണ്. ഹണി ബി. And she doesn't pay me. എന്താ എഡ്വിനെ? എഡ്വിൻ ഭയങ്കര ചിരിയാണല്ലോ. ഓക്കെ, ലിസൺ ഹിയർ. സഫ and Avani, please turn on your video. I can't see you. I need to see you. Safa. And she doesn't pay me. Pay means പൈസ കൊടുക്കുന്ന, പേ ചെയ്യുന്നതാണ് അല്ലേ? പേയ്മെന്റ്. പേ കേട്ടിട്ടില്ലേ? And she doesn't pay me. അതായത് നമ്മുടെ തേനീച്ച ഒരിക്കലും എനിക്ക് പേ ചെയ്തിട്ടില്ല. എന്നിലെ തേൻ കുടിക്കുന്നുണ്ട് അല്ലേ? She will come and she will suck my honey, but she will not pay me. അവൾ എനിക്ക് പൈസ ഒന്നും തരുന്നില്ല, അവൾ എനിക്ക് പേ ചെയ്യുന്നില്ല. എന്റെ ഹണി മൊത്തം കൊണ്ടുപോകുന്നുണ്ട്, എന്നാലും എനിക്ക് പൈസ തരുന്നില്ല. എന്റെ ഹണിയിലെ കൊണ്ടുപോകുന്നത്, എന്നിലെ തേനല്ലേ കുടിക്കുന്നത്, അപ്പൊ എനിക്ക് പൈസ തരണ്ടേ? പക്ഷെ അവൾ എനിക്ക് പൈസ തരാറില്ല. With any money. She doesn't pay me with any money. അതായത് മണീന്റെ രൂപത്തില്, പൈസയുടെ രൂപത്തില് എനിക്ക് അവൾ പേ ചെയ്യാറില്ല. എനിക്ക് അവൾ ഒരു പൈസയും തരാറില്ല. But without her. പക്ഷെ അവൾ ഇല്ലാതെ, without her, അവൾ ഇല്ലാതെ I have no seeds. എനിക്ക് എന്തുണ്ടാവില്ല? എനിക്ക് വിത്ത് ഉണ്ടാവില്ല അല്ലെ? I have no seeds. അവൾ ഇല്ലാതെ പരാഗണം നടക്കുവോ? തേനീച്ച വന്ന് തേൻ കുടിക്കുമ്പോഴല്ലേ പരാഗണം നടക്കുന്നത്. അതൊക്കെ നിങ്ങൾ സയൻസിൽ എന്റെ വലിയ മക്കളാവുമ്പോൾ പഠിക്കുവേ. കുറച്ചുകൂടി വലുതാവുമ്പോൾ എന്റെ മക്കള് പഠിക്കും. Okay, then I have no seeds and no more daisies would grow among the reeds. What in the reeds? ആറ്റുവഞ്ചി, അതായത് നമ്മുടെ തോടിന്റെ ഒക്കെ സൈഡിൽ ഉണ്ടാവുന്ന എന്താ ബുഷ്, അത് എടുത്തോ, ഒരു കുറ്റിക്കാട് പോലെ നിങ്ങൾ എടുത്തോ മീനിങ്സ്. reeds. Okay, and no more daisies would grow among the reeds. അതുപോലെ തന്നെ അങ്ങനെ തേനീച്ച വന്ന്, ആ ബി വന്ന് എന്നിലെ തേൻ കുടിച്ചിട്ടില്ല എങ്കിൽ, നമ്മൾ തമ്മിലുള്ള ആ ഒരു എന്താ ആ പരാഗണം നടന്നില്ല എങ്കിൽ, എന്നിൽ വിത്തില്ല എങ്കിൽ, എന്നെ പോലെ വേറെ ഡേസീസ് ഉണ്ടാവുമോ? പിന്നെ വേറെ വിത്തില്ല എങ്കിൽ നമ്മുടെ ഡേസി ഉണ്ടാകുവോ? നമ്മൾ വിത്ത് നട്ടിട്ടല്ലേ ഡേസിന്റെ പ്ലാന്റ് ഉണ്ടാവുന്നത് അല്ലേ? ആ പ്ലാന്റ് പിന്നെ ഉണ്ടാവോ? ഡേസി വിക്ക് വിരിയാൻ പറ്റുമോ? അപ്പൊ എന്ത് വേണം? അവൾ എനിക്ക് പേ ചെയ്തില്ലെങ്കിലും അവൾ ഇല്ലാതെ എനിക്ക് ഒന്നും നടക്കില്ല എന്ന്. That's about our little daisy. അത്രേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു പോയം. It is a poem written by Meera Oberoi. ഇത്ര നാൾ നമ്മൾ വലിയ വലിയ ലെസൺ അല്ലേ പഠിച്ചത്, ഇത് കുഞ്ഞു ലെസൺ ആണ്. ഓക്കെ ഓക്കെ അറിയില്ലോ? റീഡ്സ് മീൻസ് ആറ്റുവഞ്ചി എന്ന് പറയും. നമ്മുടെ ഈ പുഴയുടെ സൈഡിലൊക്കെ കാണില്ലേ? നിങ്ങളുടെ ബുഷ് എന്നുള്ളൊരു മീനിങ് എടുത്താൽ മതി, കുറ്റിക്കാട് എന്നുള്ളൊരു മീനിങ് എടുത്തോ, റീഡ്സ്. ഓക്കെ, അതായത് എന്താ കാട്, ഓടക്കാട്, ഈറ്റ എന്നൊക്കെ പറയുന്നില്ലേ? ദാറ്റ് ഇസ് റീഡ്സ്. ഓക്കെ,
I will read the text once more. The little white daisy opened with the sun. I'm not lazy when there is work to be done. The bee will come to suck my honey, and she doesn't pay me with any money. But without her, I had have no seeds, and no more daisies would grow among the reeds. That's it. Okay, Fatima M, read the text. Don't unmute yourself and don't mute yourself and don't turn off your video. Please unmute yourself. Unmute there. Fatima. Okay, read the text. The honey. Heading like first. The little daisy. Daisy. Okay, ഞാൻ ടെക്സ്റ്റ് ബുക്ക് നോക്കാം മിസ് വായിച്ചു തരുമ്പോ വായിക്കുക അതുപോലെ എന്റെ കൂട്ടത്തിൽ വായിക്കുക ഓക്കെ The little white daisy opened with the sun. I am not lazy. When there is work to be done. Work to be done. The bee will come to suck my honey. Suck, S-U-C-K, suck my honey. And she doesn't pay me. I said, my baby. And she doesn't pay me. Baby. Doesn't pay me. It is the baby. Doesn't. Does not. Doesn't. Pay me. Baby. Pay me. എനിക്ക്. Pay me. With any money. With any money. But without her. with മോളെ എവിടെയാ ശ്രദ്ധിക്കുന്നത് മിസ് വായിക്കുന്നത് ശ്രദ്ധിച്ചേ but without her I would have no seeds. Sorry, I would have no seeds. Read. I have no seeds. Okay. And no more daisies would grow among the reeds. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് വായിക്കാൻ പഠിച്ചിട്ട് മാത്രം വന്നാൽ മതി ഫാത്തിമ എം ഓക്കെ യൂട്യൂബിൽ ഇതേ ക്ലാസ് ആവർത്തിച്ച് 2 or 3 പ്രാവശ്യം കാണുക ഓക്കെ എല്ലാ ക്ലാസ്സിലും പ്രസന്റ് ആയിരിക്കണം ഏഞ്ചൽ റോസ് ബെഞ്ചമിൻ read that poem. The little white daisy opened with the sun. I am not lazy when there work to be done. The bee will come to suck my honey, and she don't pay me with any money. But without her, I have not seeds. I have not seeds and no more daisies. Gold grow among
the tree. Okay, that's enough. Next page. Take next page. Page number 28. Answer these questions. Read and write. A. Answer these questions. Okay. First one. What color was the daisy? What color was the daisy? What color was the daisy? Tell me the answer. Who knows the answer? The daisy was white in color. The daisy was white in color. That is the answer. Okay. What color was the daisy? What color was the daisy? The daisy was white in color. The daisy was white in color. You have to study this all question answer now itself. Okay. Ippa thanne padikka question answer. Okay. What color was the daisy? The daisy was white in color. The daisy was white in color. Okay. The daisy was white in color. And second one. When did the little daisy open? When did the little daisy open? The little daisy opened with the sun shone brightly. The little daisy opened with the sun, or the little daisy opened when the sun shines brightly. Okay. The little daisy opened when the sun shone brightly. Okay. All of you studied? All of you studied? Then the little daisy opened when the sun shone brightly. Okay. Third one. Third question. Why did the bee go to the daisy? എന്തിനു വേണ്ടിട്ടാ നമ്മുടെ ഡേസിന്റെ അടുത്ത് നമ്മുടെ ബി പോയത്? എന്തിനു വേണ്ടിട്ടാ? The bee went to the daisy for suck the honey, right? Okay, very good. The bee went to the daisy to suck honey. The bee went to the, okay Rilu, the bee went to the daisy to suck the honey. The bee went to the daisy to suck the honey. Inda. Inda Rilu. Okay. The bee went to the daisy to suck honey. The bee went to the daisy to suck the honey. Joel, listen here. Okay, next question. This is our next question. What complaint did the daisy have against the bee? What complaint did daisy have against the bee? നമ്മുടെ ബീക്ക് നേരെയുള്ള നമ്മുടെ ഡേസിന്റെ കംപ്ലൈന്റ് എന്താ? എന്തായിരുന്നു നമ്മുടെ ഡേസിന്റെ കംപ്ലൈന്റ്? പേ ചെയ്യുന്നില്ല എന്നല്ലേ? എന്റെ ഹണിയും കുടിച്ചിട്ട് പോയിട്ട് എനിക്ക് പേ ചെയ്യുന്നില്ല അല്ലേ? അതല്ലേ കംപ്ലൈന്റ്? എങ്ങനെ എഴുതേണ്ടത്? The daisy complained that the bee did not pay any money for her honey. Okay? എന്തായിരുന്നു ആൻസർ? The daisy complained that the bee did not give any money or did not pay any money for her honey. അവളുടെ തേനിന് ഇതുവരെ ഒരു പൈസയും കൊടുത്തിട്ടില്ല അല്ലെ, തന്നിട്ടില്ല എന്നതായിരുന്നു ആരുടെ പരാതി? നമ്മുടെ ഡേസിന്റെ പരാതി. Okay, the daisy complained that the bee did not give any money for her honey. Okay. And which is our fifth question? Simple questions ആണല്ലേ എല്ലാം? എല്ലാം simple അല്ലേ? Okay, fourth question.
Sorry, fifth question. If the bee was not there, what would have happened? If the bee was not there, what would happen? ആ ബി ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? If the bee was not there, there would be no more seeds and daisies. അല്ലേ? അവിടെ സീഡ്സും ഉണ്ടാവില്ല, സീഡ്സ് ഇല്ലെങ്കിൽ എന്തും ഉണ്ടാവില്ല, ഡേസിയും ഉണ്ടാവില്ല. Okay. If the bee was not there, if the bee was not there, അവിടെ ബി ഉണ്ടായിരുന്നില്ല എങ്കിൽ, if the bee was not there, if the bee was not there, അവിടെ ബി ഉണ്ടായിരുന്നില്ല എങ്കിൽ, what would happen? If the bee was not there, there would be no seeds and daisies. There would be no seeds and daisies. There would be no seeds and daisies. Okay. And which is our first question? What color was the daisy? The daisy was in white color. When did the little daisy open? The little daisy opens when the sun shone brightly. Okay. And which is our third question? Why did the bee go to the daisy? The bee went to the daisy to suck the honey. And which is our fourth question? What complaint did the daisy have against the bee? The daisy complained that the bee did not give any money for her money. Sorry, any money for her honey. Honey, money, maariponu missinu. Okay. Then, last question. If the bee was not there, what would happen? ആ ബി ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? If there was no, if the bee was not there, if the bee was not there, there would be no daisies and there would be no seeds. Okay, I will give all the question answers in WhatsApp. WhatsApp le thanne ayitharam, innu thanne ayitharam. Okay, and take. And which is our next work? In the next work, make sentences with these words. Make sentences with these words. Do you want this as your homework? Idu homework aayittu thannalo? Homework aayittu thannalo? എന്താ ഈ വേർഡ്സ് വെച്ചിട്ട് നിങ്ങളോട് സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, സൺ. സൺ വെച്ചിട്ട് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റില്ലേ? The sun rises in the east. സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്. Okay. Then next one, lazy. Lazy. Lazy വെച്ചിട്ട് ഒരു വേർഡ് സെന്റൻസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? Lazy വെച്ചിട്ട് എന്തെഴുതാം? He regrets having been lazy. He regrets having been lazy. പറയാൻ പാടില്ലേ? He regrets having been lazy. അവൻ ലേസി ആയിരുന്നതില് അവനിപ്പോ റിഗ്രറ്റ് ചെയ്യുന്നു. റിഗ്രറ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താ? പശ്ചാത്തപിക്കുന്നു. Regret means പശ്ചാത്തപിക്കുക. Okay. He regrets having been lazy. And another third one, honey, and fourth one, seeds. Okay. So take it as your homework. Make sentences with sun, lazy, honey, and seeds. Write HW in your textbook. Write HW in your textbook. Sun, lazy, honey, and seeds. Okay. Homework കിട്ടു വെച്ചു നിങ്ങള്? നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിലും മിസ് തന്നെ എഴുതി തരാം നെക്സ്റ്റ് ക്ലാസ്സില്. മിസ് ഹോംവർക്ക് തരുന്നില്ലല്ലോ, ഒന്ന് ചെയ്തു നോക്കാം. വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്യണമെന്നില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് വായിപ്പിക്കാം. ഓക്കെ. Then next work, C. Pick out all the rhyming words in the poem. Pick out all the rhyming words in the poem. Okay. In the rhyming words, what do you mean by rhyming words? The words have same ending sounds are known as rhyming words. Words in ഒരേ ending sounds ആണ് എങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? കൈസേ rhyming words എന്ന് പറയും അല്ലേ? Sound, ground. Sound, for example, sound, ground. എങ്ങനെ എൻഡ് ചെയ്യുന്നത് സൗണ്ട്? ഏത് സൗണ്ടിലാണ് എൻഡ് ചെയ്യുന്നത്? ണ്ട് സൗണ്ടിലാണ് അല്ലേ? Ground. Another one, sound. Sound, ground. ഡിയിലാണ് എൻഡ് ചെയ്യുന്നത് രണ്ടും. പിന്നെന്താ? അങ്ങനെ ഒരേ ലെറ്ററിൽ അവസാനിക്കണമെന്നില്ല, ഒരേ എൻഡിങ് സൗണ്ട് മതി. The words have similar ending sounds are known as rhyming words.
ഒരുപാട് കാലം മുന്നേ പഠിച്ചതാണ് അല്ലേ? That words have similar ending sounds are known as rhyming words. അപ്പൊ നമ്മുടെ പോയത്തിൽ നോക്കിയേ, poem, take your poem, page number 27. Page number 27, rhyming words ഒന്ന് നോക്കിയേ. Last one, the little white daisy. White daisy. Daisy നോക്കുക, DAISY, daisy. Okay. Third line നോക്കിയേ മക്കളെ, third line. I am not lazy. Lazy. LAZY, lazy. Daisy, lazy. Okay. Daisy, lazy. അപ്പൊ രണ്ടും ഒരേപോലെയല്ല അവസാനിക്കുന്നത്. Z എന്നല്ല അവസാനിക്കുക. Daisy, lazy. Okay. അവിടെ എഴുതു മക്കളെ, എഴുതി വെക്ക. അവിടെ pick out all the rhyming words in the poem. അവിടെ എഴുതി വെക്ക. First one, Daisy and lazy. Daisy and lazy. Right? Daisy and lazy. Daisy and lazy. Another one. പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ ഏതാ? Honey, money. Right? Honey, honey, money. Honey, money. Another one, seeds, reeds. Seeds and reeds. എളുപ്പമല്ലേ ഇത്? ഇത് ചെയ്യാൻ എളുപ്പമല്ലേ? എന്തേ അറിയില്ലോ? എവിടെയാണ് എഴുതേണ്ടത്? അവിടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ക്വസ്റ്റ്യന്റെ അടിയിലായിട്ട് എഴുതിക്കോ മോനെ. ചെറുതായിട്ട് എഴുതിയാൽ മതി, 3 എഴുതിയാൽ മതി. നിങ്ങൾ ഒരുപാട് എഴുതണ്ട, സ്ഥലമൊന്നുമില്ലല്ലോ. ഓക്കെ, ഈ സീന്റെ അടുത്തായിട്ട് എഴുതിക്കോ, നേരെ എഴുതിക്കോ. ഡെയ്സി, ലേസി ഇങ്ങനെ എഴുതിക്കോ ചെറുതായിട്ട്. കുഞ്ഞിതായിട്ട് എഴുതിയാൽ മതി മോനെ, നോക്കാനൊന്നുമില്ല. ചെറുതായിട്ട് എഴുതി വെക്ക്. അല്ലെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. പോയത്തിൽ തന്നെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ. Okay, finished? All of you finished? Okay, that's it. Who will read the poem next? Next. ഞാൻ പറയുന്നവര് വായിച്ചോ. Okay. Aradhya Prajit. Read that poem. Read that poem. The little white daisy opened with the sun. I am not lazy. When there's work to be done, then the bee will come to sting my honey, and she doesn't pay me with any money, but without her I have no seed and not more lazy
Bud grow among the reeds. Okay, next. ഏതായാലും ഒരാള് വായിക്കുന്നത് വരെ കൈ ഇങ്ങനെ പിടിച്ചല്ലേ. നെക്സ്റ്റ് ജെവിൻ. The little daisy opened with the sun. I am not daisy when there was to be done. When there is work to be done. The bee will come to suck my honey. And she doesn't pay me. Doesn't pay me with any money. But without her, I'd have no seeds and no more daisies would grow. Among the reeds. Among the reeds. Okay. Next. Reeds. Alan P. Sampson. The little watch daisy opened with the sun. The sun. I am not lazy when there is work to be done. The bee will come to suck my honey. Suck my honey, and she doesn't pay me but money, but what without her I have no seeds and no more daisies. Would grow among the seeds. Reeds, Mutte, reeds. Among the reeds. And the reeds. Okay, that's it. I think that's enough for today. Shall we wind up the class? Okay, then bye.